നമസ്കാരം, ഞാൻ പ്രദീപ്. എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിൻ്റെ ബാലറ്റ് ബോക്സ് 2K25 സ്വാഗതം. ഇത് 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തെ വാശിയേറിയ മത്സരം, അനുബന്ധമായ വാർത്തകൾ, സ്ഥാനാർത്ഥികളുമായുള്ള സംവാദം, ജനവികാരം, പിന്നെ ചില തെരഞ്ഞെടുപ്പ് കൗതുകങ്ങളുമൊക്കെയായി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്ന് പ്രധാനമായും കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി ഡിവിഷനുകളിലെ മത്സരചിത്രം പരിശോധിക്കാം. പൊൻകുന്നം ഡിവിഷനിൽ LDFിനു വേണ്ടി CPMലെ ബി സുരേഷ് കുമാർ, UDFിനു വേണ്ടി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, NDA പ്രതിനിധിയായി BJPയിലെ അഖിൽ രവീന്ദ്രൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. മൂവരുടെയും കന്നി അംഗമാണ് എന്നതും ശ്രദ്ധേയമാണ്. 2020 LDFിൻ്റെ TN ഗിരീഷ് കുമാർ വിജയിച്ച ഈ ഡിവിഷനിൽ ഇത്തവണ തുടർച്ചയും വികസന പദ്ധതികളുടെ പൂർത്തീകരണവുമാണ് ബി സുരേഷ് കുമാറിൻ്റെ ലക്ഷ്യം. എല്ലാ സ്ഥലങ്ങളിലും ആളുകളുടെ നല്ല പിന്തുണയും സ്നേഹവുമുണ്ട്. നല്ല രീതിയിൽ ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. 100% വിജയം ഉണ്ടാവും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ പൊൻകുന്നം ഡിവിഷനെ പ്രതിനിധീകരിച്ച TN ഗിരീഷ് കുമാറായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹം ഇവിടെ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. പള്ളിക്കത്തോട് പഞ്ചായത്തിലാണെങ്കിലും ചെറുക്കടമാണെങ്കിലും അതോടൊപ്പം തന്നെ വാഴൂരാണെങ്കിലും കോടിക്കണക്കിന് രൂപ ഫണ്ടാണ് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് TN ഗിരീഷ് കുമാർ കഴിഞ്ഞ 5 വർഷം ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ഡിവിഷനിൽ നിന്നും LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി പുതിയ കാഴ്ചപ്പാടുമായി ജനങ്ങളിലെത്തി വോട്ട് തേടുകയാണ് UDFിലെ അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ. ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള വികസനത്തിന് നേതൃത്വം നൽകും. ഈ ഡിവിഷനിൽപ്പെട്ട കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ ഞാൻ തയ്യാറാകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിലടക്കം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജിതമായി നേതൃത്വം നൽകും. ഇവിടെ മത്സരം ഇടതുപക്ഷവും BJPയും തമ്മിൽ മാത്രമാണെന്നും കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടമായെന്നും ഇടതു വലതു മുന്നണികളെ ജനം പുറന്തള്ളുമെന്നുമാണ് BJP സ്ഥാനാർത്ഥി അഖിൽ രവീന്ദ്രൻ്റെ പക്ഷം. പൊൻകുന്നത്തെ 53 വാർഡ് വരുന്ന ഈ ഡിവിഷനിൽ പലതരത്തിലുള്ള വികസന മുരടിപ്പ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ആ വികസന മുരടിപ്പ് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത്, സമ്പർക്കങ്ങൾക്ക് പോകുന്ന സമയത്ത് വ്യക്തമായും ജനങ്ങൾ പറയുന്നുണ്ട്, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഉത്തരവാദിത്വം എന്താണ്, ജനങ്ങളോടുള്ള പ്രതിബദ്ധത എങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നോ എന്ന് പോലും അറിയാത്ത പൊതുസമൂഹമുള്ള ഒരു പ്രദേശമാണ് പൊൻകുന്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ ആളുകളിലേക്കും കടന്നു ചെല്ലുന്ന വികസനങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് എന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാവും. ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള അകമഴിഞ്ഞിട്ടുള്ള ഒരു പിന്തുണ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് BJPയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങള് എല്ലാവരും തന്നെ സമ്പർക്കത്തിന് പോകുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ LDFും NDAയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം LDFിനായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. പക്ഷേ ആ മുൻതൂക്കം ഞങ്ങൾ സമ്പർക്കങ്ങളിലേക്ക് പോകുന്ന സമയത്ത്, വീടുകളിലേക്ക് പോകുന്ന സമയത്ത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ സർക്കാർ ചെയ്തിരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതികരിക്കാൻ നിൽക്കുന്ന ഒരു ജനവിഭാഗം ഇന്ന് പൊൻകുന്നത്തെ പ്രദേശങ്ങളിലുണ്ട്. അവർ അത് വോട്ടായി തന്നെ പ്രതികരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാഞ്ഞിരപ്പള്ളിയിലും ചിത്രം വ്യത്യസ്തമല്ല. 2020 LDFിനു വേണ്ടി കേരള കോൺഗ്രസ് MLA ജെസി ഷാജൻ 2 ചിഹ്നത്തിലൂടെ മത്സരിച്ച് വിജയിച്ചു. ഇത്തവണ LDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് MLA തന്നെ ജോളി മടുക്കക്കുഴിയാണ്. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ തൻ്റെ പ്രവർത്തന മികവാണ് തൻ്റെ ശുഭാപ്തി വിശ്വാസത്തിന് കാരണമെന്നാണ് ജോളി മടുക്കക്കുഴി പറയുന്നത്. യുവ സംരംഭകർക്കും വിദ്യാർത്ഥികൾക്കും വനിതകൾക്കുമൊക്കെയായി പുതിയ വികസന പാക്കേജുകൾക്കായിരിക്കും തൻ്റെ മുൻഗണനയെന്നും ജോളി കൂട്ടിച്ചേർത്തു. കാർഷിക വ്യാവസായിക മേഖലയിൽ ഒട്ടേറെ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ജില്ലയിൽ ആകമാനം അതിന്റെ വ്യാപനം ഞാൻ ലക്ഷ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തകർന്നടിഞ്ഞ കാർഷിക മേഖല, കാലാവസ്ഥാ വ്യതിയാനവും വിലത്തകർച്ചയും മൂലം വിഷമിക്കുന്ന കർഷകരെ രക്ഷിക്കുവാനായിട്ട് വ്യവസായ വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് പല
സ്റ്റാർട്ടപ്പുകൾ എൻ്റെ മനസ്സിലുണ്ട്. അത് കോട്ടയം ജില്ലയിൽ ആകമാനം, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി ഡിവിഷൻ, കാഞ്ഞിരപ്പള്ളി മേഖല എന്ന് പറയുന്ന കാർഷിക മേഖലയാണ്. അവിടെ കർഷകർ ഒട്ടേറെ ബുദ്ധിമുട്ടുകയാണ്. അവരെ വ്യവസായ വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് ചെറിയ ചെറിയ സംരംഭങ്ങൾ, ഓരോ വീട്ടിലും ഓരോ സംരംഭം എന്ന ആശയം നടപ്പിലാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് വരുന്ന ഉറുപ്പികയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദന മേഖലയിലും വ്യവസായ മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന കാര്യം തർക്കമില്ല. അതാണ് എന്നെ ഈ മേഖലയിൽ, ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. UDF-ലെ സ്ഥാനാർത്ഥി തോമസ് കുന്നപ്പള്ളിയാണ്. 3 തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്തും തൻ്റെ വികസന പദ്ധതികൾക്ക് ജനങ്ങളിൽ നിന്നും ലഭിച്ച സ്വീകാര്യതയുമാണ് തൻ്റെ പിൻബലമെന്ന് തോമസ് കുന്നപ്പള്ളി പറയുന്നു. മാത്രവുമല്ല, ജനം ഒരു ഭരണമാറ്റവും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായതിനേക്കാളും ഏറ്റവും വലിയ മികവാർന്ന ഒരു ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയത്തിന് പോലും അതീതമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്ന ആളുകൾ പോലും, സാമാന്യ ജനങ്ങളെ, നിശബ്ദമായിട്ടുള്ള ഒരു ജനത ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു ഭരണവിരുദ്ധ വികാരം എന്ന നിലയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി ഏകദേശം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ജനവികാരം സ്വാഭാവികമായി അടിത്തട്ടിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരികയും അവിടെ UDF-ൻ്റെതായിട്ടുള്ളൊരു ഭരണം ഉണ്ടാകുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത് 2ാം തവണയുള്ള മത്സരത്തിലാണ് NDA-യിലെ KV നാരായണൻ. സുസ്ഥിരവും അഴിമതിരഹിതവുമായ കേന്ദ്രഭരണം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിന് പിൻബലമായി തദ്ദേശ സ്വയംഭരണ സ്ഥലത്തിലെ വിജയം ജനങ്ങൾ സമർപ്പിക്കുമെന്ന തികഞ്ഞ വിശ്വാസത്തിലാണ് KV നാരായണൻ. ഇരു മുന്നണികളെയും പരീക്ഷിച്ച് പരാജയപ്പെട്ട ജനം ഇത്തവണ NDA-യ്ക്കൊപ്പമായിരിക്കും. ഇവിടെ പല ഭാഗങ്ങളിലും ചെല്ലുമ്പോൾ കാണുന്ന ശോചനീയാവസ്ഥ അത് പരിഹരിക്കണമെങ്കിൽ, പല വിഭാഗങ്ങളുടെയും മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് NDA വന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇതുവരെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിന്നുവെങ്കിൽ അതെല്ലാം മാറി നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ, ആ വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കണമെങ്കിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിക്കണം എന്നുള്ള ബോധ്യം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക്, വോട്ടർമാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് ഭവന സന്ദർശനം നടത്തുമ്പോഴും ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 6 ബ്ലോക്ക് ഡിവിഷനുകളാണ് ഈ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നത്. അതിൽ 4 ഡിവിഷനുകളും NDA ലീഡ് ചെയ്യാൻ സാധിക്കുന്ന ഡിവിഷനുകളാണ് ഇതോടൊപ്പം ഉള്ളത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കാൻ പറ്റുമെന്ന് 100% വിശ്വാസമുണ്ട്. ഇനി ജനഹൃദയം. അധികാരം താഴെത്തട്ടിലേക്ക് വികേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ യജമാനന്മാരായ പൊതുജനം വ്യത്യസ്തമായ മൂഡിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നത് തങ്ങൾക്ക് രാഷ്ട്രീയത്തിനതീതമായി വ്യക്തി അധിഷ്ഠിതമാണ് എന്ന് തുറന്നു പറയുന്നവർ ഏറുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നും അത്രയ്ക്ക് ശക്തമായിട്ട് പ്രചരണമൊന്നും ആയിട്ടില്ല. വാർഡുകളിലൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഓരോരുത്തരുടെയൊക്കെ പ്രോമിസ്, വാഗ്ദാനങ്ങളൊക്കെ ധാരാളം ഉണ്ട്. PNB റോഡാണ് നമുക്കൊരു പ്രശ്നമുള്ളത്. പൊങ്ങുന്നത്ത് നിന്നും താന്നുവേലിപ്പടി, ആ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പടിക്ക് നിന്നും കത്തലാങ്ങപ്പടിക്ക് പോയി ചേർന്ന റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്. എരുമേലിക്കുള്ള ഒരു ക്രോസ് റോഡും കൂടെ പറയുകയാണെങ്കിൽ അത് ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ PNB റോഡ്, PN പിള്ളയുടെ പേരിലുള്ള, അതിങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുക. എല്ലാവരും ഇങ്ങനെ വലിയ റോഡായത് കാരണം, നീളം കൂടുതലായത് കാരണം ആരും അവഗണിച്ചിട്ടിരിക്കുക. നിങ്ങൾക്ക് പോയാൽ കാണാം. അതൊന്നും നന്നാക്കി കിട്ടണമെന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഞങ്ങൾക്ക് കിട്ടാ പുള്ളി, ഞങ്ങളുടെ 4 വോട്ടുണ്ട്, 4 വോട്ട് പുള്ളിക്ക് ഞങ്ങൾ കൊടുക്കുള്ളൂ, അല്ലാതെ ആർക്കും കൊടുക്കുക, ദൈവത്തിനാണ് കൊടുക്കില്ല. അതിൽ കൂടി കാര്യമില്ലല്ലോ. കഴിഞ്ഞ കാല ഭരണത്തിലൊക്കെ സംതൃപ്തനാണോ? അടുത്തനും ആ പാവം ഞങ്ങൾ ഏത് കാര്യത്തിന് വിളിച്ചാലും വരും. രാഷ്ട്രീയമില്ല, ഉപകാരം ചെയ്യുന്ന ആര് ചെയ്യുന്ന അവർക്ക് കൊണ്ടാ. ഞാനങ്ങനെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യണം, നമ്മൾക്ക് കൊടുത്ത് ജയിക്കണം. അതേ ഉള്ളൂ. അത് പാർട്ടിയില്ല. ഞാൻ BJP-കാരനാണ്, ഇത് CPM-കാരനാണ്, അത് കോൺഗ്രസ്.
നമുക്ക് ആരും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, വലയതിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, റിനീഷിനെ അതാണ് ഞാൻ ഉപേക്ഷിക്കാൻ ചോദിച്ചത്. പറ്റത്തില്ല, ആരും ഉപേക്ഷിക്കാൻ പറ്റത്തില്ലാത്ത 3 വ്യക്തികളാണ് നമുക്ക് ഇരിക്കുന്നത്. പിന്നെ ഒരാള് നമുക്ക് അത്ര പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല UDFന്റെ. ഈ വാർഡ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ്, അല്ലാണ്ട് ചിഹ്നമോ രാഷ്ട്രീയമൊന്നുമല്ല. അത് വ്യക്തിയെ മാത്രം. ആ പാർലമെന്റ് ഒക്കെ വരുമ്പോഴാണ് രാഷ്ട്രീയമായിട്ട്. പിന്നെ ഈ വാർഡെല്ലാം വിഭജനം പിന്നെ വന്നപ്പോ ഞങ്ങൾക്ക് എല്ലാം വേണ്ട, പറഞ്ഞു. ഞങ്ങൾക്ക് ആര് ജയിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ 3 പാർട്ടിക്കാരുണ്ട്. ആര് ജയിച്ചാലും നാടിന് നന്മ ചെയ്യണം, അങ്ങനെ ഒരു മെമ്പറെ വേണം. BJPക്ക് ഇവിടെ സാധ്യതയുള്ളവിടെ 5 മെമ്പർ ഉണ്ടായിരുന്നു, 9 മെമ്പർ ഒരു 50 വോട്ട് താഴെ തോറ്റതാ. BJPക്ക് സാധ്യതയുണ്ട്. അതുപോലെ അത് കഴിഞ്ഞാൽ മാർക്സ് പാർട്ടിക്കാണ് സാധ്യത. കോൺഗ്രസിനൊന്നും ചെറുകിട പഞ്ചായത്ത് സാധ്യതയില്ല. യുവതലമുറ എന്നാൽ നിങ്ങൾക്ക് എന്താണ് പഞ്ചായത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ? കുറച്ചുകൂടെ എംപ്ലോയ്മെന്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. പഞ്ചായത്തിന് ഇന്റർവ്യൂ എല്ലാം വെച്ച് ഒത്തിരി പേർക്ക് ജോലി ആയിട്ടുണ്ട്. ഇവിടെ ചെറുകിട പഞ്ചായത്തിന്റെ തന്നെ രീതിയിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ മാസമായിട്ട് ഇന്റർവ്യൂ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊത്തിരി പേർക്ക് ജോലിയൊക്കെ നില കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ 3 പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട്. ലോട്ടറി കച്ചവടമാണോ? എവിടെയാ താമസിക്കുന്നത്? ആണോ? LDF തൂത്തുവായി ആണോ? ഭരണമൊക്കെ അത്ര നല്ലതായിരുന്നു, കഴിഞ്ഞ കാല ഭരണം നല്ലതായിരുന്നു. പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ഇപ്പം 2000 ഒക്കെ കൊടുക്കുന്നില്ലേ പെൻഷൻ, അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. അതെ, അദ്ദേഹം നല്ലൊരു മനുഷ്യൻ. മദ്യം വിറ്റും ലോട്ടറി വിറ്റുമാണ് സർക്കാർ നിലനിൽക്കുന്നതാണ് പറയുന്നത്. അല്ലല്ല, കേന്ദ്ര സർക്കാരിന്റെ നയവൈകല്യങ്ങൾ കൊണ്ടാണ് സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുന്നത്. അതെന്താ അങ്ങനെ കാര്യം? അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭാഗവോട്ടം, സ്വയം പര്യാപ്തത ഇല്ലല്ലോ നമുക്ക്. അതെന്തുകൊണ്ടാ? അതാരാ ഉണ്ടാക്കേണ്ടത്? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്. അതൊക്കെ പരാജയമല്ലേ? പരാജയം എന്ന് പറയാൻ പറ്റിയല്ല. BJP വളർന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ രാജ്യം ഭരിക്കണം. കേരളത്തിലോട്ട് പോരുത്. കേരളത്തിൽ ഈ പുള്ളിക്ക് ശക്തിയില്ലല്ലോ, അതുണ്ടാവണ്ടേ? അത് വളരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ സമ്മതിക്കുകയല്ല. ന്യൂനപക്ഷങ്ങളെ അദ്ദേഹം നല്ല മനുഷ്യനാ, നല്ല അഭിപ്രായം എനിക്ക് അദ്ദേഹത്തെ പറ്റി. തൃപ്തിയാണെന്ന് വെച്ചാൽ പൂർണ്ണ തൃപ്തിയല്ല, എല്ലാ തൃപ്തി ഇല്ലാതില്ല. ജനങ്ങളെ സംബന്ധിച്ച് വികസനം പബ്ലിക്കിന് പ്രയോജനമുള്ള രീതിയിൽ വികസനം നടണം. ഇടതുപക്ഷം വരണമെന്നുള്ളതാണ് എങ്ങനെ വരണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം. പിന്നെ BJPയും അതിനടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ കോൺഗ്രസിനൊരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. ആരായാലും നാടിന് നന്മ ചെയ്യുന്നവര് ജയിക്കണം എന്നുള്ളത് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. അതായത് ആർക്ക് വോട്ട് ചെയ്യണം നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. പാവപ്പെട്ടവർക്കൊന്നും കിട്ടുന്നില്ല. എല്ലാരും വലിയ ഈ അനുവദിക്കപ്പെടുന്ന ഫണ്ടുകളൊക്കെ പിന്നെ എവിടെ പോവാ? മറ്റാൾക്കാർ അടിച്ചു മാറ്റുന്നു, അത്രേ ഉള്ളൂ. മറ്റാൾക്കാർ അടിച്ചു മാറ്റുക, എന്താ പറയുക. വളരെ മോശം, തികച്ചും 100% പരാജയമാണ്. നമ്മുടെ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഇവിടെ സംസ്ഥാന ഭരണമൊക്കെ 100% മോശമാണ്. ഈ ഭരണം തീർച്ചയായിട്ടും മാറണം. മാറിയില്ലെങ്കിൽ കേരളം കുട്ടിച്ചോറാണ്. ഇനി തെരഞ്ഞെടുപ്പ് കൗതുകം. തൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം വോട്ടർമാരുടെ മനസ്സിൽ പതിയിക്കാൻ അത് സ്ഥാനാർത്ഥികൾ പ്രദർശിപ്പിക്കുകയെന്ന് സ്വാഭാവികം. എന്നാൽ ഇവിടെ സ്വന്തം ചിഹ്നം തലയിൽ ചുമന്ന് വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് എലിക്കുളം പഞ്ചായത്ത് 5-ാം വാർഡിലെ UDF സ്വതന്ത്രനായ മാത്യൂസ് പെരുമനങ്ങാട്. ഇനി ചിഹ്നം എന്തെന്നല്ലേ? ടെലിവിഷൻ. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ബൾബ്, ഫുട്ബോൾ ഇവ ചിഹ്നമായി ലഭിച്ചപ്പോഴും ഇതേ പ്രവൃത്തി ഇദ്ദേഹം ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കുറിയും ഇദ്ദേഹത്തോട് കരുണ കാട്ടി. ആനയോ റോഡ് റോളറോ ഓട്ടോറിക്ഷയോ മറ്റോ ആയിരുന്നു ചിഹ്നമായി അനുവദിച്ച് കിട്ടിയിരുന്നതെങ്കിലോ പണി പാളിയേനെ. ആദ്യം നമ്മളോട് ബൾബായി മത്സരിച്ചപ്പോൾ ബൾബായിട്ടെല്ലാം വീട്ടിൽ കയറിയായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുട്ബോളുമായിട്ട് അവിടെയെല്ലാം കയറിയായിരുന്നു. ഇപ്പം TV ആണ് ഇപ്പം നമ്മുടെ ചിഹ്നം. ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ചിഹ്നം. നമ്മുടെ ചിഹ്നം എന്നാ? ഓക്കെ. സോണിയാഗാന്ധി BJPയിൽ എന്താ ഞെട്ടിയല്ലേ? അണികൾ ഭയപ്പെടണ്ട, ഇത് മറ്റൊരു സോണിയാഗാന്ധി. മൂന്നാർ പഞ്ചായത്തിലെ 16-ാം വാർഡായ നല്ലതണ്ണിയിൽ BJP പ്രതിനിധിയായ മത്സരിക്കുന്ന സോണിയാഗാന്ധിയാണ് ഈ കഥാപാത്രം. അച്ഛൻ ദുരൈരാജ് മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു. അന്ന് സോണിയാഗാന്ധിയോടുള്ള ഇഷ്ടം മൂലം അച്ഛൻ മകൾക്ക് അതേ പേര് നൽകുകയായിരുന്നു. പക്ഷേ മകളോ BJPക്കാരിയുമായി. തൽക്കാലത്തേക്ക് വിടാം. നാളെ വീണ്ടും ഇതേ സമയം.